നേരം വെളുത്തതും കലാപരിപാടികളൊക്കെ തുടങ്ങി. നേരത്തെ പറിച്ച കുറച്ച് മേട്ടുകാപ്പിക്കുരു ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെയിലത്തിടാനായിട്ട് പോവുക. നേരത്തെ പറിച്ച മേട്ടുകാപ്പിക്കുരുവൊക്കെ ഏകദേശം ഉണങ്ങി വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കടയിൽ കൊടുക്കാനൊന്നുമല്ല, നമ്മൾ കാപ്പി പൊടിച്ചിട്ട് നമ്മൾ കട്ടൻ കാപ്പിയില്ലേ, അതൊക്കെ ഇടാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ആരും കൊടുക്കത്തൊന്നുമില്ല. പിന്നെ നമ്മൾ കുറച്ച് ആട്ടുംകാട്ടമൊക്കെ വെള്ളത്തിൽ ലയിപ്പിച്ച് അതിൻ്റെ സ്ലറി എന്ന് പറയും, ആ സാധനമൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെടി നടുവാണ്. ചെടിയല്ലേ ഇത്, നമ്മളെ തക്കാളി വഴുതണമെന്ന് പറയും. അതാകുമ്പോഴത്തേക്കിന് അമ്മയ്ക്ക് ഈ ചെടിയൊക്കെ നടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ നടുമ്പോഴത്തേക്കും നമ്മൾ പ്രത്യേകം വേണം, കയ്യിൽ വല്ല ചെറിയ മുറിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് സെപ്റ്റിക്കാവും. അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അല്ല ശ്രദ്ധയോടെ വേരൊന്നും പൊട്ടാതെ നൈസായിട്ട് കിളുത്തടുത്തുനിന്ന് പറിച്ച് നമ്മൾ നടണം. പിന്നെ കുറച്ച് ചീരയുടെയൊക്കെ വിത്തിന് വേണ്ടിയിട്ട് ചീരയൊക്കെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ തക്കാളി വഴുതനവും നട്ടു. ഇപ്പോൾ തക്കാളി നടാനായിട്ട് പോകുന്നു. ഇതിപ്പോൾ ഒരു 2 മാസത്തിനുള്ളിൽ ഇത് സെറ്റപ്പ് ആവും. പിന്നെ വീടിന് മുറ്റത്തെ ചെടിയൊക്കെ ഒന്ന് റെഡിയാക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. അമ്മയാണെങ്കിൽ ചെടി ചട്ടിയെല്ലാം എടുത്ത് നിരത്തി അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് പുല്ലും അതും ഇതുമൊക്കെ വെട്ടിക്കളഞ്ഞ് പിന്നെ അതെല്ലാം ലെവലിന് വെട്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ ആന്തൂറിയത്തിൽ ഒരു തണ്ടയിൽ 2 പൂവൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നത്. ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ്. കുറേ ആന്തൂറി ഉണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് ഇതിങ്ങനെ കാണുന്നത്. പിന്നെ എല്ലാം റെഡിയാക്കി വെട്ടി അറേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങി. ഇപ്പോൾ എഫ്രോണും കൂടി അതിനുമായിട്ട് ഇതെല്ലാം റെഡിയാക്കി വെച്ച്